കാലിൽ ചിലമ്പണിഞ്ഞ് വാളേന്തി പട്ടൊടുത്ത് ഉറഞ്ഞാടി വന്നേ എന്നമ്മ ഉഗ്രരൂപത്തിലാടി പൊന്നമ്മ കാർമേഘം മൂടി മേലെ ധരണി പിളർന്നു പാടെ ഈരേഴു ലോകം നടുങ്ങി ചെങ്കനൽ കണ്ണിലാളി കോപാഗ്നി സതിയാലെ കൈതെറിഞ്ഞ കാന്തന്റെ മേനി കണ്ട കരിതുള്ളി കണ്ണകിയമ്മ കൂന്തലേ ചാടി ദേവി പൊന്നമ്മ ചോഴകം പാണ്ടിലെ തട്ടാര കേട്ടു കേട്ടു ദേവി എഴുന്നള്ളത്ത് ഭദ്രകാളിയമ്മ മാതാവ് എഴുന്നള്ളി തിരുനില നിന്നുകൊണ്ട് കിട്ടുനാട് തന്നെ പൊട്ടുമാറ് ദേവി അട്ടഹാസം മുറവിടി കൊണ്ടപ്പോഴ് അട്ടഹാസം മുറവിടി കൊണ്ടപ്പോഴ് തട്ടാന്റെ നാടൊന്നു നടുങ്ങിയതാ ല്ലോ ദേവി എറിഞ്ഞത് പന്തീരായിരം തട്ടാന്മാര് കലാറിയല്ലോ ഓടുന്നത് അട്ടഹാസം മുറവിളി കൊണ്ടിട്ട് ദേവി വള്ളിവാള് വലം കയ്യിലെടുത്തും കൊണ്ട് ഇടനടുവിലോ ചാടി നിന്നുകൊണ്ട് ശ്രീഭദ്രകാളിയമ്മ മാതാവ് കാലിൽ ചിലമ്പണിഞ്ഞ് വാളേന്തി പട്ടൊടുത്ത് ഉറഞ്ഞാടി വന്നേ എന്നമ്മ ഉഗ്രരൂപത്തിലാടി പൊന്നമ്മ തൃശൂലത്തീന്നല്ലോ ഇറക്കിയിട്ട് തൃശൂലത്തിലോ നിന്നു ഇറക്കിയിട്ട് തൃപ്പാദത്തിലോ വച്ചു കിടത്തിയിട്ട് പള്ളിവാള് വലം കയ്യിലെടുത്തുകൊണ്ട് ശിരസതല്ലോ വെട്ടി അറുത്തത് 6 മുഴമുള്ള തട്ടാരെ അമ്മ 5 മുഴം വച്ച് വെട്ടിയത് കാലിൽ ചിലമ്പണിഞ്ഞ് വാളേന്തി പട്ടൊടുത്ത് ഉറഞ്ഞാടി വന്നേ എന്നമ്മ ഉഗ്രരൂപത്തിലാടി പൊന്നമ്മ കാർമേഘം മൂടി മേലെ ധരണി പിളർന്നു പാടെ ഈരേഴു ലോകം നടുങ്ങി ചെങ്കനൽ കണ്ണിലാളി കോപാഗ്നി സതിയാലെ കൈതെറിഞ്ഞ കാന്തന്റെ മേനി കണ്ട കരിതുള്ളി കണ്ണകിയമ്മ കൂന്തലേ ചാടി ദേവി പൊന്നമ്മ നാട്ടിലും പുറപ്പെട്ട് ശ്രീഭദ്രകാളിയമ്മ മാതാവ് ലോകം നിറഞ്ഞൊരു മാതാവ് പള്ളിവാള് കൊണ്ട് ചാരി
ചാരി വച്ച് പള്ളിവാള് കൊണ്ട് ചാരി വച്ച് തൃശൂലവും കൊണ്ട് ചാരി വച്ച് ശ്രീപീഠത്തിലോ കയറി അരയിരുന്ന് ശ്രീഭദ്രകാളിയമ്മ മാതാവ് തട്ടാറ് കേട്ടു കേട്ടു ദേവി എഴുന്നള്ളത്ത് ഭദ്രകാളിയമ്മ മാതാവ് എഴുന്നള്ളി തിരുനില നിന്നുകൊണ്ട് കിട്ടുനാട് തന്നെ പൊട്ടുമാറ് ദേവി അട്ടഹാസം മുറവിടി കൊണ്ടപ്പോഴ് അട്ടഹാസം മുറവിടി കൊണ്ടപ്പോഴ് തട്ടാന്റെ നാടൊന്നു നടുങ്ങിയതാ. നാരായണ ദേവി നാരായണ പള്ളിക്കൽ പാട്ടുപുര ഭഗവതി ക്ഷേത്രം 1201 ആണ്ട് മിഥുനമാസം 21 തീയതി 2026 ജൂലൈ 5 നടന്ന കലശാഭിഷേകത്തോടും ചുറ്റമ്പല സമർപ്പണത്തോടും കൂടി പുതുക്കി നിശ്ചയിച്ച് ഉറപ്പിച്ച പടിത്തരം വ്യവസ്ഥകൾ രാവിലെ 5:30 AM നട തുറപ്പ്, 5:45 ഭഗവതിക്ക് അഭിഷേകവും മലർ നിവേദ്യവും തുടർന്ന് ഗണപതിക്ക് അഭിഷേകവും, 6:30 ഒരു നാളികേരത്തിൻ്റെ ഗണപതി ഹോമം, 8:15 നാഴി അരിയുടെ വെള്ള നിവേദ്യവും പായസവും, ഉപദേവതയായ ഗണപതിക്ക് അതിൽ നിന്നും പകർച്ച, 9:30 ഉച്ചപൂജയ്ക്ക് വെള്ള നിവേദ്യം തുടർന്ന് ഉപദേവതകൾക്ക് നിവേദ്യം, 10 മണിക്ക് നട അടയ്ക്കൽ, വൈകുന്നേരം 5:30 നട തുറപ്പ്, 6:45 ദീപാരാധന, 7 മണിക്ക് അരനാഴി അരിയുടെ നിവേദ്യത്തോടു കൂടിയ അത്താഴ പൂജ, ഗണപതിക്ക് വൈകുന്നേരം ഉണ്ണിയപ്പ നിവേദ്യം, 7:30 നട അടയ്ക്കൽ. വിശേഷ ദിവസങ്ങൾ: ചിങ്ങത്തിൽ വിനായക ചതുർത്ഥി 8 നാളികേരത്തിൻ്റെ ഗണപതി ഹോമം, കന്നിമാസത്തിൽ നവരാത്രി മഹോത്സവം, കന്നിമാസത്തിലെ ആയില്യ പൂജയും 100 പാലും, തുടർന്ന് എല്ലാ മാസങ്ങളിലും സർപ്പക്കാവിൽ നിവേദ്യം, വൃശ്ചിക മാസത്തിൽ മണ്ഡലച്ചെറുപ്പ് 41 ദിവസം, കുംഭത്തിൽ ചോതി തിരുവോത്സവമായിട്ടും ഉത്സവത്തിന് മുൻപ് പരക്കെ എഴുന്നള്ളത്ത്, ഉത്സവ ദിവസം നടക്കുന്ന കളമെഴുത്തും പാട്ടും പൊന്നിൻ തിരുമുടി എഴുന്നള്ളത്ത് ഗുരുതി എന്നിവ മുൻപ് നടന്നതുപോലെ തന്നെ നടത്തേണ്ടതാണ്. കുംഭമാസത്തിലെ ചോദ്യ ദിവസം നടക്കുന്ന ഉടയൻകാവിലേക്കുള്ള എഴുന്നള്ളത്തും വിളക്കും മുൻപ് നടത്തിയതുപോലെ നടത്തണം. മേടത്തിൽ വിഷുക്കണി ദർശനം, കർക്കിടകത്തിൽ രാമായണ മാസം എന്നിവ കീഴുടുപ്പ് പോലെ ആചരിച്ചു കൊള്ളണം. പടിത്തരം നമ്മൾ എല്ലാ നാട്ടുകാരുടെയും സമ്മതത്തോടുകൂടി പള്ളിക്കൽ ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നിശ്ചയിച്ച പടിത്തരപ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും കൃത്യമായും സമയബന്ധിതമായും നിർവിഘ്നം നടത്തിപ്പിച്ചുകൊള്ളാം. ഇതു സത്യം. പടിയിലോട്ട് പേപ്പർ എന്ന് വെച്ചാൽ ഈ ചടങ്ങ് ഗംഭീരമാണ്. ആഹാരിചന്ദ്വാ വിദന്ദ്വാ പുനരാഗാ പുനർനവ സർവാംഗ സർവന്തേ ചക്ഷു സർവമായിഷ്ടദേവിതം